So, this video, we will look at 8-point DIF FFT algorithm. So, the steps are DIT FFT, we will input sequence in a bit reverse. And DIF, decimation in frequency algorithm, input sequence order use output sequence shuffled. So, output is bit reverse. So, first we x of n sequence. 8-point DFT we 8 samples down. So, x0 to x7. That order we output sequence. Then, number of stages. So, number of stages in the equation m equal to log n to the base 2, that is log a to the base 2, that is 3. So, this step DIT algorithm we have 3 stages. All stages n by 2, that is 4 butterflies. ഇനി വ്യത്യാസം വരുന്നത് സാമ്പിൾ സെപ്പറേഷനിലാണ്. അതായത് DIT അൽഗോരിതത്തിൽ എങ്ങനെയാണോ നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും DIF FFTയിൽ വരുന്നത്. അതായത് DIT FFTയിൽ ഫസ്റ്റ് സ്റ്റേജിൽ 1 സാമ്പിൾ, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ, തേർഡ് സ്റ്റേജിൽ 4 സാമ്പിൾ ആയിരുന്നു. DIFൽ നേരെ തിരിച്ച് വരും. അതിൻ്റെ ഇക്വേഷൻ, സാമ്പിൾ സെപ്പറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 raised to capital M minus small m, where capital M നമുക്ക് ഫിക്സഡ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. സ്മോൾ m എന്ന് പറയുന്നത് ഓരോ സ്റ്റേജ് ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 4, സെക്കൻഡ് സ്റ്റേജിൽ സാമ്പിൾ സെപ്പറേഷൻ 2 ആൻഡ് തേർഡ് സ്റ്റേജിൽ സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന വ്യത്യാസം, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റ്. സോ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് k is equal to nt divided by 2 raised to capital M minus small m plus 1, where t goes from 0 to 2 raised to capital M minus m minus 1. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജിനും നമ്മൾ DIT FFTയിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ സാമ്പിൾ സെപ്പറേഷൻ എക്സ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേജ് m ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴത്തേക്കും ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 3 വരെയാണ്. അതായത് DIT FFTയുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് DIF FFTയുടെ ഫസ്റ്റ് സ്റ്റേജായിട്ട് മാറും. സോ ഫസ്റ്റ് t is equal to 0 കൊടുത്താൽ kയുടെ വാല്യൂ 0 തന്നെയാണ്. കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W8 to the power 0 which is 1. ഇനി t equal to 1 കൊടുക്കുന്ന സമയത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് n into t ഡിവൈഡഡ് ബൈ 2 raised to capital M മൈനസ് സ്മോൾ m, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണേ, പ്ലസ് 1. സോ വിൽ ഗെറ്റ് W8 to the power 1. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 മൈനസ് j 1/√2. ദെൻ t is equal to 2 കൊടുക്കുന്ന സമയത്ത് kയുടെ വാല്യൂ എന്ന് പറയുന്നത് n into t ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഈ ഡിനോമിനേറ്റർ വാല്യൂ ഫോർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. സോ 2 raised to 3, 8. So we will get W8 to the power 2, that is minus j. And for t equal to 3, k എന്ന് പറയുന്നത് n into 3 divided by 8. So W8 to the power 3, that is minus 1/√2 j 1/√2. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർ m ഈക്വൽ ടു 2, ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ 0 മുതൽ 1 വരെ. ഓക്കെ, സോ t 0 ആണെങ്കിൽ k 0, കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ W8 to the power 0, ദാറ്റ് ഇസ് 1. ദെൻ t ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് നോക്കുക, n into t ഡിവൈഡഡ് ബൈ 2 raised to capital M മൈനസ് സ്മോൾ m, സെക്കൻഡ് സ്റ്റേജ് ആണ്, സോ പ്ലസ് 1. സോ വിൽ ഗെറ്റ് W8 to the power 2, ദാറ്റ് ഇസ് മൈനസ് j. ആൻഡ് ഫോർ t m ഈക്വൽ ടു 3, തേർഡ് സ്റ്റേജിൽ ടിക്ക് ഏത് വാല്യൂ മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. സോ t 0 ആണെങ്കിൽ kയുടെ വാല്യൂ 0, ദാറ്റ് ഇസ് W8 to the power 0 will get 1. ദെൻ ഔട്ട്പുട്ട് സീക്വൻസ്, ഇവിടെ DIF FFTയിൽ നമ്മൾ ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുന്ന ഓർഡറിലായിരുന്നു, ബട്ട് ഔട്ട്പുട്ട് സീക്വൻസിന് എന്ത് ചെയ്യുക, ഷഫിൾ ചെയ്യുക. സോ DITയിൽ നമ്മൾ ഓർത്തിരുന്ന ഇൻപുട്ട് സീക്വൻസിൻ്റെ അതേ ഓർഡർ തന്നെയാണ് ഇവിടെയും വരുന്നത്, ഔട്ട്പുട്ട് സീക്വൻസിൻ്റെ ഓർഡർ, ദാറ്റ് ഇസ് 0, 4, 2, 6. എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് 1 ചെയ്താൽ നമുക്ക് ഓർഡർ സീക്വൻസിൻ്റെ ഓർഡർ കിട്ടും. സോ ലാസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് സീക്വൻസിന് എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോഴത്തേനും 0 മുതൽ 7 വരെയുള്ള ആ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഔട്ട്പുട്ട് സീക്വൻസിനെ ലാസ്റ്റ് എടുത്തെഴുതാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ബട്ടർഫ്ലൈ സ്ട്രക്ചർ, ഒരു DIF FFTയുടെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് A എന്നും B എന്നും 2 ഇൻപുട്ട്സ് ഉണ്ട്. ട്വിഡിൽ ഫാക്ടർ വരുന്നത് എലോങ് A ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ഓഫ് ഇൻപുട്ട്സ് ആണ്, A plus
ബി. അവിടെ ട്വിഡിൽ ഫാക്ടർ ഇല്ല. രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഓഫ് ഇൻപുട്ട്സ്. അതായത് എ മൈനസ് ബി ചെയ്ത ശേഷം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ട്വിഡിൽ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് വിൽ ബി ദി ബട്ടർഫ്ലൈ സ്ട്രക്ചർ ഫോർ DIF FFT അൽഗോരിതം. ഓക്കെ, സോ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് m=1 സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമുക്ക് ആണ് 4 ട്വിഡിൽ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. സോ ബട്ടർഫ്ലൈ സ്ട്രക്ചർ DITയുടെ മൂന്നാമത്തെ സ്റ്റേജ് ആയിരിക്കും DIFന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ 2 ട്വിഡിൽ ഫാക്ടേഴ്സും 2 സാമ്പിൾ സെപ്പറേഷനും ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. W80യും W82 മാത്രമേ ഉള്ളൂ ട്വിഡിൽ ഫാക്ടർ. തേർഡ് സ്റ്റേജിൽ 1 സാമ്പിൾ സെപ്പറേഷനും 1 ട്വിഡിൽ ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ W80. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സ്റ്റേജസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 0, 4, 2, 6, 1, 5, 3, 7 എന്നുള്ള ഓർഡറിലായിരിക്കും. നമ്മൾ എടുത്തെഴുതുന്ന സമയത്ത് ഇതിൽ 0, 1, 2, 3, 4, 5, 6, 7 എന്നുള്ള ഓർഡറിൽ കറക്റ്റായിട്ട് ലാസ്റ്റ് എന്തെടുത്ത് എഴുതണം? ഔട്ട്പുട്ട് സീക്വൻസ് എടുത്ത് എഴുതണം. ഓക്കെ, സോ ഇത്രയാണ് DIF അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. Find the 8-point DFT of the sequence x of n equal to 2, 2, 2, 2, 1, 1, 1, 1 using DIF FFT algorithm. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ 8-point DIT അൽഗോരിതത്തിൽ ചെയ്ത പോലെ സ്റ്റെപ്സ് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. സോ ഇവിടെയും ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻ. അതായത് വിത്ത് ആൻ എക്സാമ്പിൾ ഡിസ്കസ് ദി അൽഗോരിതം ഫോർ DIF FFT എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇക്വേഷൻസും എഴുതി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എഴുതണം. ഇനി അതല്ല ഡയറക്റ്റായിട്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ ആ ബട്ടർഫ്ലൈ സ്ട്രക്ചർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? x(n) എന്ന് പറയുന്നത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്താണ്? ഇൻപുട്ട് സീക്വൻസ് x(n) എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗീവൺ ആസ് ഇൻ ദി ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് സീക്വൻസ് എഴുതാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. സോ നമ്പർ ഓഫ് സ്റ്റേജസിൻ്റെ ഇക്വേഷൻ m എന്ന് പറയുന്നത് log n to the base 2. ദാറ്റ് ഈസ് ടോട്ടൽ നമുക്ക് 3 സ്റ്റേജസ് ഉണ്ടാവും. സ്മോൾ എമ്മിൻ്റെ വാല്യൂ 1, 2 ആൻഡ് 3. ആൻഡ് ഈച്ച് സ്റ്റേജ് വിൽ ബി ഹാവിങ് എത്രയാണ്? n/2, ദാറ്റ് ഈസ് 8/2 4 ബട്ടർഫ്ലൈസ്. ഓക്കെ, ഈച്ച് സ്റ്റേജ് വിൽ ബി ഹാവിങ് 4 ബട്ടർഫ്ലൈസ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പിൾ സെപ്പറേഷൻ. ഓക്കെ, സാമ്പിൾ സെപ്പറേഷനിൽ ഇക്വേഷൻ എന്താണ്? സാമ്പിൾ സെപ്പറേഷൻ ഇസ് ഈക്വൽ ടു 2 raised to capital M minus small m. ഇതാണ് സാമ്പിൾ സെപ്പറേഷൻ്റെ ഇക്വേഷൻ. സോ ഫോർ m=1, ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഫസ്റ്റ് സ്റ്റേജ് m=1ന് സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 4 സാമ്പിൾ. ദെൻ ഫോർ m=2 സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 2 സാമ്പിൾ. ആൻഡ് ഫോർ m=3 സാമ്പിൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് 1 സാമ്പിൾ. ഓക്കെ, സാമ്പിൾ സെപ്പറേഷൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റ്. സോ ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻറ്റ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് n×t ഡിവൈഡഡ് ബൈ 2 raised to capital M minus small m plus 1, where t goes from 0 to 2 raised to capital M minus small m minus 1. ഓക്കെ, എല്ലാത്തിലും ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് എഴുതണം. ഓക്കെ, സോ നമുക്ക് ഓരോരോ സ്റ്റേജായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ഫസ്റ്റ് സ്റ്റേജ് m=1ന് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 4 വാല്യൂസ് വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നൗ t = 0 കൊടുത്താൽ കറസ്പോണ്ടിങ് k = 0 ആൻഡ് ദി ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W8⁻0 which is equal to 1. നൗ ഫോർ t = 1 കെയുടെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ W8⁻1 ദാറ്റ് ഈസ് 1/√2 മൈനസ് j 1/√2. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റേജ് ഫോർ t = 3.
So next stage for t is t to 2. Sorry, t is equal to 2. Corresponding k യുടെ value എന്ന് പറയുന്നത് will be equal to, and the Tudel factor is w8 to the power 2, which is equal to minus j. Then for t is equal to 3, k യുടെ value എന്ന് പറയുന്നത് will be equal to 3. Corresponding Tudel factor is w83, which is minus 1 by root 2 minus j 1 by root 2. Okay, so first stage കഴിഞ്ഞു. Now ഇനി അടുത്ത second stage. For second stage m equal to 2, t യുടെ value എന്ന് പറയുന്നത് 0യും 1ഉം. Okay, for t is equal to 0, corresponding k will be equal to 0 and the Tudel factor w80 is 1. Now t is equal to 1, k യുടെ value will be equal to 2, corresponding Tudel factor is w82, which is equal to minus j for the second stage. Now for third stage m equal to 3, t യുടെ value എന്ത് മാത്രമേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. t 0 ആണെങ്കിൽ k will be equal to 0. k 0 ആണെങ്കിൽ Tudel factor is w8 to the power 0, that is 1. Okay, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 4 സാമ്പിൾ സെപ്പറേഷൻ 4 Tudel factor, സെക്കൻഡ് സ്റ്റേജിൽ 2 സാമ്പിൾ സെപ്പറേഷൻ 2 Tudel factors, and for third stage 1 sample separation and 1 Tudel factors. Okay, so Tudel factor കഴിഞ്ഞു. Then next step എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സീക്വൻസ്. So output sequence x of k എന്ന് പറയുന്നത് should be bit reversed to get the correct sequence. Should be bit reversed to get the correct order. Okay, ഇത്ര എഴുതി അങ്ങ് നിർത്തുക. അതിനുശേഷം ബട്ടർഫ്ലൈ സ്ട്രക്ചർ വരയ്ക്കുക. സോ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്തായിരിക്കും? എ ബി രണ്ട് ഇൻപുട്ട്സ് ഉണ്ടാവും. Tudel factor എന്ന് പറയുന്നത് along a ആണ്. First output will be sum of inputs a plus b, and second output എന്ന് പറയുന്നത് difference in inputs a minus b multiplied by Tudel factor. Okay, this is the second output. So ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അതല്ല വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദി അൽഗോറിതം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി 8 point DFT ഓഫ് ദി സീക്വൻസ് 2 2 2 2 1 1 1 1 ആണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബിറ്റ് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുന്നത് വിൽ ബി ഇൻ ഓർഡർ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് സീക്വൻസ് എഴുതാം. 2 2 2 2 1 1 1 1. Okay, and അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സീക്വൻസ്. സോ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫോർ m ഈക്വൽ ടു 1 ആണ്. m ഈക്വൽ ടു 1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 4 Tudel ഫാക്ടേഴ്സും 4 സാമ്പിൾ സെപ്പറേഷനുമാണ് വരുന്നത്. സോ ഫസ്റ്റ് ഇൻപുട്ട് നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് 4 സാമ്പിൾസ് അല്ലെങ്കിൽ നാലാമത്തെ സാമ്പിൾ. സോ 1 2 3 4. സോ 2ഉം 1ഉം ആയിരിക്കും ഫസ്റ്റ് ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സിനെ ജോയിൻ ചെയ്യുക. സോ 1 ബട്ടർഫ്ലൈ. സോ ഫസ്റ്റ് സ്റ്റേജ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം 4 ബട്ടർഫ്ലൈ സ്ട്രക്ചേഴ്സും വരും, 4 സാമ്പിൾ സെപ്പറേഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് 4 Tudel ഫാക്ടേഴ്സ് 3 കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ ഓരോരോ ബട്ടർഫ്ലൈസ് കമ്പ്യൂട്ട് ചെയ്ത് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് എന്താണ് 1 ആണ് അല്ലേ? 1. സോ ഇവിടെ എന്താണ് നമുക്ക് ഫസ്റ്റ് ബട്ടർഫ്ലൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് a പ്ലസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് a പ്ലസ് ബി. സോ 2 + 1 വിൽ ബി ഈക്വൽ ടു 3. ആൻഡ് രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഓഫ് ഇൻപുട്ട് മൾട്ടിപ്ലൈഡ് ബൈ Tudel ഫാക്ടർ. സോ 2 - 1 is 1 multiplied by Tudel factor 1. So we will get 1. Okay, now രണ്ടാമത്തെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2ഉം ഈ 1ഉം ആയിരിക്കും അല്ലേ? 1 2 3 4. സോ അവ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ആൻഡ് കറസ്പോണ്ടിങ് Tudel ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ Tudel ഫാക്ടർ എന്ന് പറയുന്നത് W81 ആണ്. സോ W81 എന്ന് പറയുന്നത് എന്താണ്? 1/√2 മൈനസ് j 1/√2. സോ അതിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ W81ൻ്റെയും W83യുടെയും വാല്യൂ നിങ്ങൾ സെപ്പറേറ്റ് താഴെ എഴുതിയാൽ മതി. ഈ ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ കാണിക്കാൻ നിൽക്കേണ്ട, ഭയങ്കര കൺഫ്യൂഷൻ ആവും, ഇൻപുട്ട്സ് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. സോ ജസ്റ്റ് W81 എന്ന് ഇവിടെ എഴുതിയിട്ട് താഴെ അതിൻ്റെ വാല്യൂ അങ്ങ് എഴുതിയിട്ടിരുന്നാൽ മതി.
പിന്നെ കാൽക്കുലേഷൻസ് കഴിയുന്നതും നിങ്ങൾ ബുക്ക്ലെറ്റിൻ്റെ ബാക്കിൽ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ബട്ടർഫ്ലൈ സ്ട്രക്ചർ വരയ്ക്കാനുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് താഴോട്ട് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞ് ആ താഴെ തന്നെ അതിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഓക്കെ, സോ ഈ ബട്ടർഫ്ലൈയുടെ എന്താണ് ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. സോ 2 + 1 വിൽ ബി ഈക്വൽ ടു 3. ദെൻ രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻസ് ഓഫ് ഇൻപുട്ട് മൾട്ടിപ്ലൈഡ് ബൈ ട്വിഡിൽ ഫാക്ടർ. സോ 2 - 1 is 1 മൾട്ടിപ്ലൈഡ് ബൈ ട്വിഡിൽ ഫാക്ടർ. സോ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് 1/√2 - j 1/√2. സോ 1/√2 - j 1/√2 ഇതായിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നൗ ഇനി മൂന്നാമത്തെ ഔട്ട്പുട്ട്, മൂന്നാമത്തെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 2ഉം ഈ 1ഉം ആയിരിക്കും അല്ലേ. സോ അത് തമ്മിൽ ജോയിൻ ചെയ്യുക ആൻഡ് കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ -j. ഓക്കെ, സോ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 + 1 is 3. രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഇൻ മൾട്ടിപ്ലൈഡ് ബൈ ട്വിഡിൽ ഫാക്ടർ. ദാറ്റ് ഈസ് 2 - 1 is 1 മൾട്ടിപ്ലൈഡ് ബൈ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേനും -j. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും വിൽ ബി ഈക്വൽ ടു -j. ഓക്കെ, നൗ നാലാമത്തെ ഔട്ട്പുട്ട്, നാലാമത്തെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും ഇതും അതിൻ്റെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് W83. സോ W83 എന്ന് പറയുന്നത് -1/√2 j 1/√2. സോ ഈ ബട്ടർഫ്ലൈ സ്ട്രക്ചറിൻ്റെ സം ഓഫ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത് 2 + 1 3ഉം ദെൻ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 - 1 1 മൾട്ടിപ്ലൈഡ് ബൈ ട്വിഡിൽ ഫാക്ടർ. സോ എന്ത് കിട്ടും -1/√2 - j 1/√2. അപ്പോൾ ഇവിടെ നോക്കുക 8 പോയിന്റ് DFTയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടേഷൻ വന്നപ്പോഴത്തേനും തന്നെ നമുക്ക് കോംപ്ലക്സ് വാല്യൂസ് കിട്ടും. സോ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യാനായിട്ട് പറഞ്ഞത്. സോ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ദെൻ ഇനി അടുത്ത സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, നൗ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർ m = 2. സോ m = 2ൻ്റെ പ്രത്യേകത എന്തായിരുന്നു 2 സാമ്പിൾ സെപ്പറേഷൻ 2 ട്വിഡിൽ ഫാക്ടർ. സോ ഫസ്റ്റ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇൻപുട്ട് 3 ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ നിന്ന് രണ്ടാമത്തെ സാമ്പിൾ. സോ 1 2. സോ ഇത് രണ്ടുമായിരിക്കും ഫസ്റ്റ് ബട്ടർഫ്ലൈ സ്ട്രക്ചറിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് 1ഉം -j മാത്രമേ ഫസ്റ്റ് സ്റ്റേജിലുള്ളൂ. സോ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ വരും ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് സം ഓഫ് ഇൻപുട്ട്സ് ദാറ്റ് ഈസ് 3 + 3 6 ആൻഡ് ഡിഫറൻസ് ഇൻ ഇൻപുട്ട് എന്ന് പറയുന്നത് 3 - 3 0. ഓക്കെ, സോ ദാറ്റ്സ് എ ഫസ്റ്റ് ബട്ടർഫ്ലൈ. രണ്ടാമത്തെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇതുമായിരിക്കും രണ്ടാമത്തെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. സോ വിൽ ഗെറ്റ് ലൈക്ക് ദിസ് ആൻഡ് കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് -j. സോ ഇവിടെ സം ഓഫ് ഇൻപുട്ട്സ് 3 + 3 6 ആൻഡ് ഡിഫറൻസ് ഇൻ ഇൻപുട്ട്സ് 3 - 3 0. ഓക്കെ, ദെൻ ഇതേ സ്ട്രക്ചർ തന്നെയായിരിക്കും എവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് താഴോട്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഇതാണെങ്കിൽ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് -j. സോ വിൽ ഗെറ്റ് ലൈക്ക് ദിസ് ആൻഡ് അതിൻ്റെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1. സോ ഫസ്റ്റ് ഇൻപുട്ട് സം ഓഫ് ഇൻപുട്ട്സ് ദാറ്റ് ഈസ് 1 + -j. സോ വിൽ ഗെറ്റ് 1 - j. ദെൻ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഇൻപുട്ട് ദാറ്റ് ഈസ് 1 - -j, അതായത് 1 + j ഇൻറ്റു ട്വിഡിൽ ഫാക്ടർ 1 ആണ്. ഓക്കെ, നൗ രണ്ടാമത്തെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് വാല്യൂസ് ആണ്. സോ ജോയിൻ ചെയ്യുക കറസ്പോണ്ടിങ് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് -j. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ഇൻപുട്ട്സ് ആണ്. സോ ഇവിടെ സം ചെയ്യുന്ന സമയത്ത് നോക്കുക ഇത് രണ്ടും റിയൽ പാർട്ട് നെഗറ്റീവ് ആണ് അല്ലേ. സോ സം ഓഫ് ഇൻപുട്ട്സ് ചെയ്യുമ്പോൾ ഇതിനെ സം ചെയ്യുമ്പോഴത്തേനും 1/√2 - 1/√2 ക്യാൻസൽ ആയി പോവും. -j 1/√2 - j 1/√2 കൂടി ആഡ് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കുക -j × 2/√2 എന്ന് വരും അല്ലേ. -j × 2/√2 അല്ലെങ്കിൽ -2j/√2. സോ ആ 2 എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് ഒരു √2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരും -j√2. സോ ഇവിടെ -j√2. ഓക്കെ, നൗ രണ്ടാമത്തെ ഇൻപുട്ട് എന്തായിരിക്കും രണ്ടാമത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഇൻപുട്ട് ഇൻറ്റു ട്വിഡിൽ ഫാക്ടർ -j അല്ലേ. സോ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും 1/√2 - j 1/√2 -1/√2 - j 1/√2 അല്ലേ. അപ്പോൾ ഇവിടെ ആവും ഇവിടെ മൈനസും ആവും. സോ ഇമാജിനറി പാർട്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് റിയൽ പാർട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അതായത് 2
by root 2 എന്ന് വരും. ദാറ്റ് ഈസ് root 2 multiplied by minus j അല്ലേ. അപ്പോൾ എന്താ കിട്ടും? multiplied by minus j വരുമ്പോഴത്തേക്കും എന്താണ് j root 2 എന്ന് കിട്ടും. സോ വിൽ ഗെറ്റ് j root 2. ഓക്കെ. സോ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കുക, ഇമാജിനറി പാർട്ടിൻ്റെ കോൺജുഗേറ്റ് ആ സീക്വൻസിൽ തന്നെ എപ്പോഴും വന്നിട്ടുണ്ടാവും. ഓക്കെ. സോ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നൗ ഇനി അടുത്തത് തേർഡ് സ്റ്റേജ് കമ്പ്യൂട്ടേഷൻ ഫോർ m equal to 3. സോ ഇവിടെ നോക്കുക ഫോർ m equal to 3. സോ ഫസ്റ്റ് തേർഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? തേർഡ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 സാമ്പിൾ സെപ്പറേഷൻ 1 ട്വിഡിൽ ഫാക്ടർ ആയിരുന്നു. സോ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓർഡിനറി റാഡിക്സ് ടു ബട്ടർഫ്ലൈ പോലെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് എല്ലാം ട്വിഡിൽ ഫാക്ടേഴ്സ് എന്ത് തന്നെയാണ്? ഒരൊറ്റ ട്വിഡിൽ ഫാക്ടർ മാത്രമേ ഉള്ളൂ, 1. ഓക്കെ. സോ ഫസ്റ്റ് ഇതെന്താ വരും? 6 + 6 ദാറ്റ് ഈസ് 12 ആൻഡ് 6 - 6 ഇസ് 0. ദെൻ ഇവിടെ രണ്ട് ഇൻപുട്ട്സും 0 ആണ്. സോ രണ്ട് ഔട്ട്പുട്ടും 0 തന്നെ ആയിരിക്കും. നൗ ഇവിടെ എന്താ വരും? ഫസ്റ്റ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻപുട്ട്സ് ദാറ്റ് ഈസ് 1 - j - j root 2. അപ്പോൾ എന്താ വരും? അത് കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 1 - j ഇൻറ്റു -j root 2 എന്ന് പറയുമ്പോഴത്തേനും 1 root 2 എന്നുള്ള ഇതാവും അല്ലേ. സോ അതിന് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 1 - j ഇൻറ്റു 2.414 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഓക്കെ. ആൻഡ് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് അതായത് 1 - j -j root 2 എടുക്കുക. എന്നിട്ട് അതിനെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് +j 0.414. ഓക്കെ. ദെൻ അതേപോലെ ഇവിടുത്തെ വാല്യൂ ഫസ്റ്റ് സം ഓഫ് ഇൻപുട്ട്സ് 1 + j root 2. സോ എന്തായിരിക്കും? 1 + j root 2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1 - j 0.414. ഓക്കെ. ആൻഡ് 1 + j - j root 2 ചെയ്യുമ്പോഴത്തേനും 1 + j 2.414 എന്ന് കിട്ടും. ഓക്കെ. സോ ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ്. ഇനി നോക്കുക, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ DIF അൽഗോരിതമാണ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് സീക്വൻസ് വിൽ ബി ഇൻ ഓർഡർ ആൻഡ് ഔട്ട്പുട്ട് സീക്വൻസ് ഷുഡ് ബി ബിറ്റ് റിവേഴ്സ്ഡ്. സോ ആ കോഡ് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് 0426 എന്ന് പറയുന്ന കോഡ് ഓർത്ത് വെച്ചേക്കുക. ഓർഡർ സീക്വൻസ് കിട്ടാൻ +1 ചെയ്താൽ മതി. സോ 1537. അതായത് ഈ ഓർഡറിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സീക്വൻസ് കിട്ടുന്നത്. സോ ഔട്ട്പുട്ട് സീക്വൻസ് ഇതെന്ന് പറയുന്നത് x of 0, then x of 4, 0, 4, 2, 6, then 1, 5, then 3, 7. ഓക്കെ. ഈ സീക്വൻസിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് സീക്വൻസ് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എടുത്തെഴുതുന്ന സമയത്ത് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് എഴുതുന്ന സമയത്ത് x of k വിൽ ബി ഈക്വൽ ടു ആ ഓർഡറിൽ എഴുതണം. ആദ്യം x of 0 എന്ന് പറയുന്നത് 12, then x of 1 എന്ന് പറയുന്നത് 1 - j 2.414, then x of 2 എന്ന് പറയുന്നത് 0, then x of 3 എന്ന് പറയുന്നത് 1 - j 0.414, then x of 5 എന്ന് പറയുന്നത് 1 + j 0.414, then x of 6 എന്ന് പറയുന്നത് 0 and x of 7 എന്ന് പറയുന്നത് 1 j 2.414. So this will be the final output sequence. ഓക്കെ. അപ്പോൾ എടുത്തെഴുത്തേനും ലാസ്റ്റ് ഔട്ട്പുട്ട് സീക്വൻസ് x of k ഇത്രയാണെന്ന് എടുത്തെഴുതുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ. സോ താങ്ക് യു.